നാം ഈ ഭൂമിയിലേക്ക് പിറന്നപ്പോൾ നമുക്കുണ്ടായിരുന്ന മനസ്സിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല, നല്ല മനസ്സായിരുന്നു. പക്ഷെ ആ മനസ്സ് ദുഷിച്ചു പോയാൽ അതെന്തുമാത്രം ഭീകരമാകാം എന്ന് ഓർമ്മിപ്പിക്കുന്ന രണ്ട് സംഭവങ്ങൾ അല്ലെങ്കിൽ വാർത്തകൾ ഈ ദിവസങ്ങളിൽ കേൾക്കാനിടയായി. ചിലർക്ക് കണ്ടും കാണുമായിരിക്കും നിരീക്ഷണങ്ങൾ. കൊലക്കുറ്റ ആരോപണ വിധേയരായ രണ്ട് വ്യക്തികളുടെ പരാമർശങ്ങളാണ്. ഒരു വ്യക്തി ഒരു ഇരട്ടക്കൊലപാതകം നടത്തി, ഇനി ഒരു കൊലപാതകം കൂടെ നടത്തണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു കൊലപാതകത്തിന് ജയിലിൽ കിടന്ന് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് ഇത് നടത്തിയത്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒടുങ്ങാത്ത പക ഇങ്ങനെ പതഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് യാതൊരു ശമനവും വന്നില്ല. നമ്മൾ ഈ ജയിൽ ശിക്ഷ എന്ന് പറയുന്നത് തന്നെ ഒരു കുറ്റവാളിയെ സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ അദ്ദേഹം കുറ്റക്കാരനാവാൻ ആവേണ്ടി വന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ഒരു നല്ല മനുഷ്യനാക്കാനായിട്ട് ഒരു അവസരം കൊടുക്കുന്നതാണ്. മാറി നിന്ന് ചിന്തിക്കാനും മാറി നിന്ന് നിൽക്കേണ്ടി വന്നതിനെക്കുറിച്ചുള്ള ചിന്തകളിലൂടെ മനസ്സിനെ നന്നാക്കാനും. പക്ഷെ പക, ഈ വിദ്വേഷം അത് വളർന്ന് പകയായി കഴിഞ്ഞപ്പോൾ മനസ്സ് അത്രമാത്രം കഠിനമായിപ്പോയി, ഹൃദയവും അത്ര അതികഠിനമായിപ്പോയി. ഈ ജയിലിലെ ഈ മനുഷ്യനെ ഒന്ന് സന്ദർശിക്കാനോ, ഈ മനുഷ്യനോടൊന്ന് സംസാരിക്കാനോ, ഈ മനുഷ്യൻ്റെ മനസ്സിലെ പകയെടുത്ത് മാറ്റാനോ ഒക്കെ ജയിൽ സന്ദർശിക്കുന്നവർക്കോ സന്ദർശിക്കേണ്ടിയിരുന്നവർക്കോ ഒക്കെ സാധിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ മനുഷ്യനും നന്നാകുമായിരുന്നു, വിലപ്പെട്ട രണ്ട് ജീവനുകളും രക്ഷപ്പെടുമായിരുന്നു. ആരാണ് ഉത്തരവാദി? നമ്മൾ എന്തുമാത്രം സമയം നമ്മുടെ അറിവുകളും കഴിവുകളും അവസരങ്ങളും ഒക്കെ ഇങ്ങനെയുള്ള മനുഷ്യരുടെ അടുത്ത് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ എന്തു വലിയ മാറ്റം നമുക്കുണ്ടാകുമായിരുന്നു. അതിന് സാധ്യതയുള്ളവരും അതിനായിട്ട് നിയോഗിക്കപ്പെട്ടവരും അതിനായിട്ട് വിളിക്കപ്പെട്ടവരും അത് ഉത്തരവാദിത്തമായിട്ട് എടുക്കേണ്ടവരുമൊക്കെ എവിടെയാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കേണ്ട ഒരു വലിയ ദുഃഖകരമായ അല്ലെങ്കിൽ ആത്മപരിശോധന നടത്തേണ്ട ഒരു വിഷയമാണത്. രണ്ടാമതൊരു സ്ത്രീയുടെ നാം. ആ സ്ത്രീ തനിക്ക് ഇഷ്ടമുള്ള ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയെ തൻ്റെ ജീവിതത്തിൽ നിന്നും അകറ്റുകയും ഇനിയും ആ അകറ്റിയ അതിദാരുണമായ സംഭവത്തിന് ശേഷവും ഇനിയും ജയിലിൽ നിന്ന് ഇറങ്ങി വന്നിട്ടും ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് കാണിച്ചു തരാം എന്ന് പറയുന്ന ഒരു നിരീക്ഷണം. ചെയ്ത കാര്യത്തെക്കുറിച്ച് അശേഷം ഒരു കുറ്റബോധമില്ല, ചെയ്ത് തെറ്റ് ആയിപ്പോയി എന്ന ചിന്ത പോലുമില്ല. മനസ്സ് അത്രമാത്രം കഠിനമായിട്ട് ഈ ജീവിതത്തിൻ്റെ ഇവിടുത്തെ ജീവിതത്തിൻ്റെ ആ സന്തോഷങ്ങളെക്കുറിച്ചുള്ള ചിന്തയും അവനവൻ്റെ മനസ്സിൽ അവനവൻ രൂപീകരിച്ച ഒരു ചിത്രത്തിൽ അകത്തു നിന്ന് മാത്രം ചിന്തിക്കുന്ന ഒരവസ്ഥ. എൻ്റെ കൂട്ടുകാരും കൂട്ടുകാരികളോ സമൂഹത്തിലുള്ളവരോ അവർക്കൊന്നും ഇത് അവരെ തിരുത്താൻ കഴിഞ്ഞില്ല. അവർക്ക് കിട്ടിയ വിദ്യാഭ്യാസത്തിന് എന്തുകൊണ്ട് അവർക്ക് ഒരു ജ്ഞാനം നൽകാൻ പറ്റിയില്ല? ചെയ്യുന്ന പ്രവൃത്തിയുടെ വരും പരായികൾ തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല. അവനവൻ്റെ സുഖത്തിന് വേണ്ടി അവൻ്റെ ജീവൻ വരെ നശിപ്പിക്കുന്നതിന് യാതൊരു മടിയുമില്ലാത്ത വിധത്തിലേക്ക് മനസ്സ് എങ്ങനെ പോയി? നമ്മൾ ചിന്തിക്കണ്ടേ, നമ്മൾ കൊടുത്ത വിദ്യാഭ്യാസത്തിന് എന്ത് വിലയുണ്ടായി എന്ന്? ഇതാണോ നമ്മൾ കൊടുത്ത വിദ്യ? ഇതാണ് നമ്മൾ കൊടുക്കേണ്ട പാകപ്പെടുത്ത്? നാം ഓരോരുത്തരും വളരെ ആത്മശോധന ചെയ്യേണ്ട മറ്റൊരു വിഷയങ്ങൾ കൂടിയാണ്. സമൂഹത്തിൽ ഇത് എന്നെ സേവിക്കുന്നവർ, ഞാൻ ഉൾപ്പെടെയുള്ളവരൊക്കെ നൽകേണ്ട നല്ല പാഠങ്ങളും നമ്മൾ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളുടെ ദിശ എവിടെയാണെന്നുള്ളൊരു തിരിച്ചറിവിന് വേണ്ടി നമുക്ക് ചിന്തിക്കേണ്ട സമയമായി എന്ന്, സമയം അതിക്രമിച്ചു എന്നും ഈ സംഭവങ്ങളൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ അനാസ്ഥയോ നമ്മുടെ ഉപേക്ഷയോ നമ്മുടെ അലംഭാവമോ അല്ലെങ്കിൽ നമ്മുടെ 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 ദിശ തെറ്റിയുള്ള നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സമൂഹത്തിൽ തലമുറകൾ സൃഷ്ടിക്കാവുന്ന ദുരന്തങ്ങളാണെന്ന് തിരിച്ചറിയുവാനും നമുക്ക് നമ്മുടെ കൈകളിൽ ദൈവം തന്നിട്ടുള്ള കഴിവുകൾ നന്മയ്ക്കായി സമയത്തെ കഴിവുകളൊക്കെ ഉപയോഗിക്കാനായിട്ട് കഴിയട്ടെ എന്നും അതുവഴിയായിട്ട് നമ്മളിലും നമുക്ക് ചുറ്റുമുള്ളവരിലൊക്കെ വലിയ മാറ്റം വരുത്താൻ കഴിയട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.